ഒറ്റയല്ലൊരു ജീവിതം. ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് PSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫസ്റ്റ് തന്നെ ജീവികൾ തമ്മിലുള്ള പരസ്പരമായിട്ടുള്ള ആഹാരത്തിനായിട്ട് ആശ്രയിക്കുന്നു. ഇത്തരത്തിൽ ജീവികൾ ആഹാരത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ആ പരസ്പര ബന്ധത്തെയാണ് നമ്മൾ ആഹാര ശൃംഖലാജാലം അഥവാ ഫുഡ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട് ഒരു സസ്യത്തിൽ നിന്ന് ആരോ മാർക്ക് ഇട്ടിട്ട്, അതായത് സസ്യത്തെ മാൻ കഴിക്കുന്നു, മുയൽ കഴിക്കുന്നു, പുൽച്ചാടി കഴിക്കുന്നു. ഇനി ഈ മാനിനെ കടുവ പിടിക്കാം, മുയലിനെ കുറുക്കം പിടിക്കാം, പുൽച്ചാടീനെ കോഴി കൊത്തി തിന്നാം. അങ്ങനെ ഇവർ ഒരു ശൃംഖല പോലെ വർത്തിക്കുന്നു. അപ്പം ആഹാരത്തിന് വേണ്ടിയിട്ട് പരസ്പരമായിട്ടുള്ള ഈ ആശ്രയത്തെയാണ് നമ്മൾ ആഹാര ശൃംഖലാജാലം അഥവാ ഫുഡ് വെബ് എന്ന് പറയുന്നത്. അപ്പം അടുത്ത പോയിന്റിലോട്ട് പോകുമ്പോൾ ഇത് കണ്ടോ, അതായത് കരയിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള ആഹാര ബന്ധങ്ങൾ നമുക്ക് കടലിലും ഉണ്ട്. അതായത് ചെറുമീനിനെ കഴിക്കുന്നു, മത്തി പോലുള്ള മീനുകൾ കഴിക്കുന്നു, ഈ മത്തീനെ സ്രാവ് കഴിക്കുന്നു. ഇനി താഴത്തേക്ക് നോക്കി, പ്ലവകങ്ങളെ കടലാമ പോലുള്ളവർ കഴിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എന്താണ് ഈ പ്ലവകങ്ങൾ? അതായത് ജലാശയങ്ങളിൽ സ്വതന്ത്രമായിട്ട് ഒഴുകി നടക്കുന്ന ചെറിയ സസ്യങ്ങളെയാണ് നമ്മൾ പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ PSCക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യം അവിടെയുണ്ട്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ പ്രധാന ഉൽപാദകർ ആര്? സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്ന ചോദ്യത്തിന്റെ ഉത്തരം പ്ലവകങ്ങൾ അഥവാ പ്ലാങ്ക്ടൺസ്. പ്ലവകങ്ങളുടെ ഇംഗ്ലീഷ് നെയിമാണ് പ്ലാങ്ക്ടൺസ്. അപ്പോൾ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരായിട്ടുള്ളവരാണ് പ്ലാങ്ക്ടൺസ്. സാധാരണ ഉൽപാദകർ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മൈൻഡിലോട്ട് വരുന്നത് ഹരിത സസ്യങ്ങൾ എന്നാണ്. ആ ഓപ്ഷൻ ഉണ്ടായിരിക്കും, അത് എഴുതരുത്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം പ്ലവകങ്ങൾ അഥവാ പ്ലാങ്ക്ടൺസ് എന്നാണ്. ഇപ്പുറത്തെ ബോക്സിലുള്ളത് കുറച്ച് ജീവികളും അവരുടെ ആഹാരവുമാണ്. സ്രാവ് കഴിക്കുന്ന കണവ, മീനുകൾ, കടലാമയൊക്കെ സ്രാവ് കഴിക്കും. ഇനി കടലാമ നോക്കിക്കേ, കടലാമയാണെങ്കിൽ സസ്യഭാഗങ്ങളെ മീനുകളെയൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് വരുന്നതാണ് ആവാസം. എന്താ ഈ ആവാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ജീവികൾക്ക് അവയുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഒത്തിണങ്ങിയ ഒരു ചുറ്റുപാടിലായിരിക്കും അവർ ജീവിക്കുന്നത്. ആ ചുറ്റുപാടിനെയാണ് അവയുടെ ആവാസം അഥവാ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. അപ്പം നിരവധി ജീവികൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് എക്സാമ്പിളാണ് വയൽ. അപ്പോൾ അതുപോലെ തന്നെ വേറെ ചില ആവാസ ഹാബിറ്റാറ്റിന് എക്സാമ്പിൾ ആയിട്ടുള്ളവയാണ് നമ്മൾ ഇതേ ഇപ്പോൾ പിക്ചറിൽ കാണുന്ന ഏതൊക്കെയാ? പുൽമേടുകൾ, മരുഭൂമികൾ, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഏതാ? കണ്ടൽക്കാടുകൾ, മഞ്ഞു പെയ്യുന്ന സ്ഥലങ്ങളൊക്കെ. അപ്പൊ ഈ ഓരോ ആവാസ വ്യവസ്ഥയും വ്യത്യാസമാണ്. ഓരോ ആവാസ വ്യവസ്ഥയിലും ജീവിക്കുന്ന അതിനോട് ചേർന്ന് നിൽക്കുന്ന മൃഗങ്ങളും വ്യത്യാസമുണ്ട്. ഒരിടത്ത് മഞ്ഞ് മൂടി സ്ഥലത്തുള്ളവരല്ലല്ലോ മരുഭൂമി കാണുന്നത്. ഇനിയിപ്പോ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കണ്ടോ, കൂടിയാലും കുറഞ്ഞാലും. എന്താണ് ഈ കൂടിയാലും കുറഞ്ഞാലും എന്ന് പറഞ്ഞാൽ? അതായത് ഇവിടെ ഒരു ആഹാര ശൃംഖലാജാലം അഥവാ ഫുഡ് വെബ് ഉണ്ട്. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്ട് ചെയ്തിരിക്കുക. ഇതിൽ ആരെങ്കിലും ഒരാൾ അപ്രത്യക്ഷരായാലോ അല്ലെങ്കിൽ ഒരാളുടെ അളവ് കൂടിയാലോ ഇത് ഈ എൻ്റെയർ സിസ്റ്റത്തെ തന്നെ തകരാറിലാക്കളെ. ഫോർ എക്സാമ്പിൾ, ഏറ്റവും അവസാനം ഇരിക്കുന്ന ആളാരാ? ഈ പിക്ചർ പ്രകാരം കടുവയാണ്. പെട്ടെന്ന് ഒരു ദിവസം ഈ കടുവ അങ്ങ് അപ്രത്യക്ഷമായിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ എല്ലാം നമ്പർ കൂടും. അങ്ങനെ നമ്പർ കൂടുമ്പോഴത്തേക്കും ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അവിടെ അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യാൻ പോകുന്ന ആരാ? പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ഹരിത സസ്യങ്ങളെ അത് അഫക്ട് ചെയ്യും. അങ്ങനെ എൻ്റെയർ ഈ സിസ്റ്റമേ ഇല്ലാണ്ടായി പോകും. അപ്പൊ ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കടുവ സംരക്ഷണം പോലെയുള്ള പദ്ധതികൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് PSCക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ഏരിയയാണ്. എന്താണ് ഈ കടുവ സംരക്ഷണം എന്ന് പറയുന്നത്? കടുവ സംരക്ഷണം എന്ന് പറയുന്നതാണ് പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്നത്. പ്രൊജക്ട് ടൈഗർ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. പ്രൊജക്ട് ടൈഗർ ലോഞ്ച് ചെയ്തത് എന്നാണ്? പ്രൊജക്ട് ടൈഗർ ലോഞ്ച് ചെയ്ത വർഷം ഡെഫിനറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. 1973, 1973 പ്രൊജക്ട് ടൈഗർ കൊണ്ടുവന്നത്. ടൈഗർ ഒരു എൻഡേഞ്ചർ സ്പീഷീസ് ആണ്. അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള നിയമമാണിത്. അത് മാസം കൂടെ അറിയണമെങ്കിൽ 1973 ഏപ്രിൽ 1 പ്രൊജക്ട് ടൈഗർ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ എത്ര കടുവ സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട്? ഇന്ത്യയിൽ ടോട്ടൽ 58 കടുവ സംരക്ഷണ കേന്ദ്രങ്ങളാണ്. 58 കടുവ സംരക്ഷണ കേന്ദ്രങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. ഈ കണക്കുകൾ ഇടയ്ക്ക് മാറാം, അതുകൊണ്ട് അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി അതിൽ എത്ര എണ്ണം കേരളത്തിലുണ്ട്? കേരളത്തിൽ 2 എണ്ണമാണുള്ളത്. പെരിയാർ, പറമ്പിക്കുളം. പെരിയാർ ഇടുക്കി ജില്ലയിലും പറമ്പിക്കുളം പാലക്കാട് ജില്ലയിലും. പെരിയാർ ഇടുക്കി ജില്ലയിലാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ പറമ്പിക്കുളം ചിലപ്പോൾ തെറ്റിക്കാറുണ്ട്. പറമ്പിക്കുളം പാലക്കാട് ജില്ലയിലാണ് കാണുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ പെരിയാർ പറമ്പിക്കുളമൊക്കെ വന്ന് പ്രൊജക്ട് ടൈഗർ പ്രകാരമാണ്. ഈ പ്രൊജക്ട് ടൈഗർ ലോഞ്ച് ചെയ്തത് ഏത് നിയമം അനുസരിച്ചാണ്? വന്യജീവി സംരക്ഷണ നിയമം അഥവാ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് പ്രൊജക്ട് ടൈഗർ ലോഞ്ച് ചെയ്തത്. വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1972 അഥവാ 1972. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ വർഷം 1972, 1972.
ഇത് വൺ വേഡ് ആയിട്ടും വേണം ചോദിക്കാം, അതല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് കുറേ ആക്റ്റുകൾ ലെഫ്റ്റ് സൈഡിൽ തന്നിട്ട് റൈറ്റ് സൈഡിൽ കുറേ അതിൻ്റെ വർഷങ്ങളും ചോദിക്കാം. അപ്പോൾ ഇതിനകത്തുള്ള 3 പോയിന്റുകൾ PQകളാണ്. ഒന്നും കൂടെ ഞാൻ പറയാം. പ്രൊജക്ട് ടൈഗറിന്റെ വർഷം 1973. വന്യജീവി സംരക്ഷണ നിയമം അഥവാ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ വർഷം 1972. ഇന്ത്യയിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളുടെ എണ്ണം 58. അപ്പൊ ഇത് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അടുത്ത പോയിന്റിലോട്ട് വരുമ്പോൾ അധിനിവേശക്കാർ. എന്താണ് ഈ അധിനിവേശക്കാർ എന്ന് പറഞ്ഞാൽ? അധിനിവേശക്കാർ എന്ന് പറയുന്നതാണ് ഇൻവേസീവ് സ്പീഷ്യസ്. അതായത് അവർ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഈ നാട്ടിലോ നമ്മളുടെ എൻവയോൺമെന്റ് സിസ്റ്റത്തിലോ വളരേണ്ടവരല്ല. അവർ വേറെ നാട്ടിലുള്ളവരാണ്. വേറെ എന്തൊക്കെയോ കാര്യങ്ങളാൽ അവർ നമ്മുടെ നാട്ടിലോട്ട് എത്തപ്പെടുകയാണ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ആഫ്രിക്കൻ മുഷി. ഇത് ആക്ച്വലി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടേണ്ട സാധനമാണ്. ഇതിപ്പോ നമ്മുടെ ജലാശയങ്ങളിൽ ഒരുപാട് കാണാറുണ്ട്. പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഈറ്റ് ചെയ്യുന്ന, ഇവരെ ഭക്ഷണമാക്കുന്ന തരത്തിലുള്ള ജീവികൾ ജലാശയങ്ങളിൽ ഇല്ലാണ്ടാകും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവരുടെ എണ്ണം കൂടിക്കൂടി വരും. ഇവർ ആരെ കഴിക്കുന്നു അവരുടെ നമ്പർ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ ടോട്ടൽ ആ ആവാസ വ്യവസ്ഥയുടെ ബാലൻസ് തെറ്റിപ്പോവും. അപ്പോൾ ഇൻവേസീവ് സ്പീഷ്യസ് അഥവാ അധിനിവേശക്കാർക്കുള്ള ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന എക്സാമ്പിളാണ് ആഫ്രിക്കൻ മുഷി. ഇനി അതല്ലാതെ കുറച്ചുകൂടെ കൂടുതൽ എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇൻവേസീവ് സ്പീഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഒന്നാമത്തെ മൈക്കോണിയ. മൈക്കോണിയ. 2 പാർത്തീനിയം. പാർത്തീനിയം ഒക്കെ ചോദിക്കുന്ന കേട്ടോ. പാർത്തീനിയം, ലെന്റാന, വാട്ടർ ഹയാസിന്ത്. വാട്ടർ ഹയാസിന്ത് ഏതൊക്കെയാ? മൈക്കോണിയ, പാർത്തീനിയം, ലാന്റാന, വാട്ടർ ഹയാസിന്ത്. ഇതിൽ ഈ വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ എപ്പോഴും എല്ലാവരും കണ്ടിട്ടുള്ള സാധനമാണ്. അതായത് ഈ കായലിന്റെയും ജലാശയങ്ങളിലൊക്കെ പുറത്ത് ഒരു വയലറ്റ് കളറുള്ള പൂവോട് കൂടി ഒരു പച്ച കളറുള്ള ഒരു പായൽ പോലെ ഒരു ചെടി പോലെ ഒരു സാധനം ഫുള്ള് മൂടിക്കിടക്കും. പെട്ടെന്ന് അറിയില്ലാത്തവർക്ക് കണ്ടാൽ അതിന്റെ അടി വെള്ളം ഉണ്ടെന്ന് പോലും മനസ്സിലാവില്ല. അതാണ് വാട്ടർ ഹയാസിന്ത്. ഇത് കാരണം വള്ളത്തിന്റെ അടിയിലോട്ടുള്ള ഓക്സിജന്റെ ലഭ്യത കുറഞ്ഞു വരികയും അത് മൊത്തത്തിലുള്ള അക്വാട്ടിക് പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുകയും ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഇനി ഇൻവേസീവ് സ്പീഷ്യസ് ആയിട്ടുള്ള ആനിമൽസിന്റെ എക്സാമ്പിൾ ആണ് ആഫ്രിക്കൻ ഒച്ച്, തിലോപ്പിയ. നമ്മൾ സിലാപ്പിയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മേടിച്ച് കഴിക്കുന്ന ഫിഷ് ഇല്ലേ, അതൊരു ഇൻവേസീവ് സ്പീഷ്യസ് ആണ്. അതാണ് അധിനിവേശക്കാർ അഥവാ ഇൻവേസീവ് സ്പീഷ്യസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവര് സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് ഹാംഫുൾ ആയിട്ടുള്ളവരാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നതാണ് ആഹാരബന്ധം അഥവാ ആഹാര ശൃംഖലാജാലം. നമ്മൾ ഫുഡ് വെബ് പറഞ്ഞു. ഇതാണ് ഒരു ടിപ്പിക്കൽ ഫുഡ് വെബ്. കണ്ടോ, ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ആരോമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്നുണ്ട്. ഒരു ലീനിയർ ആയിട്ടല്ല. ഇതാണ് ആഹാര ശൃംഖലാജാലം. അപ്പൊ ഇനി താഴത്തെ കണ്ടോ, ഇവിടെ എങ്ങനെയാ? ഇവരൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ്. അതായത് തുടങ്ങുന്നത് ഹരിത സസ്യങ്ങളിലും എൻഡ് ചെയ്യുന്ന ഇതിനകത്താണ് കഴുകനില. അതായത് ഒരു ഫുഡ് വെബിലെ ഒരു ഒറ്റ ശ്രേണിയിലുള്ള ആഹാര ബന്ധത്തിനെയാണ് നമ്മൾ ആഹാര ശൃംഖല അഥവാ ഫുഡ് ചെയിൻ. ഫുഡ് ചെയിനും ഫുഡ് വെബും തമ്മിൽ വ്യത്യാസം എന്താ? ഫുഡ് ചെയിൻ അഥവാ ആഹാര ശൃംഖല എന്ന് വെച്ചാൽ അതൊരൊറ്റ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഉൽപാദകരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന ലാസ്റ്റത്തെ ആളിൽ എൻഡ് ചെയ്യുന്ന ആ ഒരൊറ്റ സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ളതിനാണ് നമ്മൾ ആഹാര ശൃംഖല അഥവാ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഫുഡ് വെബ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് പരസ്പരം ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്ന ഒരുപാട് ആളുകൾ കൂടുന്നതാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മളെ പ്രധാനപ്പെട്ട വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ. ഇപ്പൊ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രോസസ്സിന്റെ പേരെന്താന്നൊക്കെ നമുക്കറിയാം. എന്താണ്? പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ്. അപ്പൊ ഇലകളിൽ വെച്ചാണ് ആഹാര നിർമ്മാണം നടക്കുന്നത് നമുക്കറിയാലോ. അപ്പൊ ആ ഇലകളിൽ വെച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന ആ പ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്നും നമുക്കറിയാം. അപ്പൊ ഈ പ്രവർത്തനം നടക്കാൻ എന്തൊക്കെ വേണം? ഈ പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ജലം വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം, സൂര്യപ്രകാശം വേണം. എന്തൊക്കെ വേണം? ജലം, കാർബൺ ഡൈ ഓക്സൈഡ്, സൂര്യപ്രകാശം. ഇവയുടെയൊക്കെ സഹായത്താൽ ഹരിതകം എന്ന വർണ്ണവസ്തു അഥവാ ക്ലോറോഫിലിന്റെ സഹായം കൂടി വേണം. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് നമുക്ക് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അപ്പോൾ എന്താ? കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഒക്കെ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. അവിടെ ആരൊക്കെ വേണം? സൂര്യപ്രകാശവും വേണം, പിന്നെ ഹരിതകം അഥവാ ക്ലോറോഫിൽ എന്ന പിഗ്മെന്റും കൂടെ വേണം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഫോട്ടോസിന്തസിസ് വഴി ആഹാരം നിർമ്മിക്കുമ്പോൾ അവിടെ ഉൽപ്പന്നം ഉണ്ടാകുന്നത്? അവിടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളാണ് ഗ്ലൂക്കോസും ഓക്സിജനും. എന്തൊക്കെയാണ്? അതാണ് അവിടുത്തെ PSC ചോദ്യം. പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസിന് ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? ഗ്ലൂക്കോസും ഓക്സിജനും. ഈ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമാക്കി മാറ്റപ്പെടുന്നു. ഇവിടെ ഇല്ല, പോയിന്റ് അഡീഷണൽ ആയിട്ട് പറയുന്നതാണ്. ഗ്ലൂക്കോസും ഓക്സിജനുമാണ് ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത്. ഈ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമാക്കി മാറ്റപ്പെടുന്നു. ഓക്സിജൻ പുറത്തേക്ക് പോകുന്നു. ഈ ഓക്സിജനാണ് പിന്നീട് നമ്മൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത 2 ചോദ്യങ്ങൾ. അതായത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ സസ്യങ്ങൾ അകത്തേക്ക് സ്വീകരിക്കുന്ന വാതകം ഏതാണ്? സസ്യങ്ങൾ അകത്തേക്ക് എടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെയും പുറത്തേക്ക് വിടുന്ന ഏതാണ്? പുറത്തേക്ക് വിടുന്ന ഓക്സിജനെയും. വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അകത്തേക്ക് എടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, പുറത്തേക്ക് വിടുന്നത് ഓക്സിജനും. അപ്പൊ ഇനി അടുത്തൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
സസ്യങ്ങളുടെ ഏത് ഭാഗത്താ സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ കിട്ടുന്നത്? സസ്യങ്ങളുടെ ഏത് ഭാഗത്താ സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ കിട്ടുന്നത്? ഇലകളിലാണ് സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പരമാവധി സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലാണ് സസ്യങ്ങളിൽ ഇലകൾ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. പലതരത്തിലുള്ള ഇലകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകും. ഇനി അടുത്തൊരു ചോദ്യം. നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റാണ്, പക്ഷേ തെറ്റിക്കാൻ പാടില്ല. ഇലകളിലെ പച്ച നിറത്തിനുള്ള കാരണം അത് ഇലകളിൽ കാണുന്ന ഒരു പിഗ്മെന്റ് ആണ്. ആ പിഗ്മെന്റ് ആണ് ഹരിതകം അഥവാ ക്ലോറോഫിൽ. ഇത് നമുക്കറിയാം. പക്ഷെ അടുത്തത് ചിലപ്പം നമ്മളൊന്നുകൂടെ നോക്കേണ്ടി വരും. എന്താണത്? അതാണ് കണ്ടോ. അതായത് ഈ സസ്യങ്ങളിൽ പച്ച കളർ മാത്രമല്ലല്ലോ ഉള്ളത്. പല കളറുള്ള ഇലകളും പൂക്കളും ഒക്കെ ഉണ്ട്. അപ്പൊ സസ്യങ്ങളിൽ ചുവപ്പ് നിറത്തിന് കാരണമായ പിഗ്മെന്റ് ആണ് ആന്തോസയാനിൻ. ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിൻ. മഞ്ഞ നിറത്തിന് കാരണം സാന്തോഫിൽ. ഒന്ന് ഓർത്ത് വെക്കണേ. ചുവപ്പ് നിറം ഉണ്ടാക്കുന്ന പിഗ്മെന്റ് ആന്തോസയാനിൻ, ഓറഞ്ച് നിറം കരോട്ടിൻ, മഞ്ഞ നിറം സാന്തോഫിൽ. ഇത് 10th പ്രിലിംസ് പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന സാധാരണ ഒരു ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കരുത്. ചുവപ്പ് നിറം ആന്തോസയാനിൻ, ഓറഞ്ച് കരോട്ടിൻ, മഞ്ഞ നിറം സാന്തോഫിൽ. ഇനി അടുത്താണ് വാതക വിനിമയം. വാതക വിനിമയം എന്ന് വെച്ചാൽ ഗേഷ്യസ് എക്സ്ചേഞ്ച്. ഇതെങ്ങനെ സംഭവിക്കുന്നത്? അതായത് ഇപ്പൊ ഇത് കണ്ടോ, ഈ പിക്ചറിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമുണ്ട്. അതായത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്യാസ് ഏതാണ്? അന്തരീക്ഷം നമ്മൾ ശ്വസിക്കുന്നതുകൊണ്ട് ഓക്സിജൻ ആണെന്ന് വിശ്വസിക്കരുത്. അല്ല. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്യാസ് എന്ന് വെച്ചാൽ നൈട്രജൻ ആണ്. നൈട്രജൻ 78%, 78% അന്തരീക്ഷത്തിൽ നൈട്രജൻ ആണ് കൂടുതൽ കാണുന്നത്. ഈ പറയുന്നതൊക്കെ സാധാരണ ചോദ്യങ്ങളായിട്ട് വരാറുള്ള അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത്? നൈട്രജൻ. അതിന്റെ അളവൊക്കെ ചോദിക്കാറുണ്ട്. അളവ് 78%. രണ്ടാം സ്ഥാനത്ത് കാണുന്നതാണ് ഓക്സിജൻ. ഓക്സിജന്റെ അളവ് 21%. മൂന്നാമത് കാണുന്ന ആർഗൺ ആണ്. ആർഗൺ 0.93%. 0.93%. കാർബൺ ഡൈ ഓക്സൈഡ് വളരെ ചെറിയൊരു അളവിലേ കാണുന്നുള്ളൂ. 0.04%. എത്രയാണ്? 0.04%. ഈ പറഞ്ഞ 4 കാര്യങ്ങളും യൂഷ്വലി PSC PQ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ കാണുന്ന നൈട്രജൻ. നൈട്രജന്റെ അളവ് 78%. രണ്ടാമത് ഓക്സിജൻ. ഓക്സിജന്റെ അളവ് 21%. അടുത്തത് ആർഗൺ. ആർഗന്റെ അളവ് 0.93%. കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വെരി വെരി ഇമ്പോർട്ടന്റ്. അതാണ് 0.04%. കിട്ടിയല്ലോ. അപ്പൊ ഊർജ്ജം ലഭിക്കാൻ സസ്യങ്ങൾ ശ്വസിക്കണ്ടേ? നമ്മൾ മാത്രമാണ് ശ്വസിക്കുന്നത്? അല്ല. ജന്തുക്കളും സസ്യങ്ങളും എല്ലാവരും ശ്വസിക്കുന്നുണ്ട്. സസ്യങ്ങളിൽ ശ്വസിക്കുന്നുണ്ട്. നമ്മൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഓക്സിജൻ ആണെന്ന് അറിയാലോ. എന്നാൽ അതുപോലെ തന്നെ സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്നതും ഓക്സിജൻ തന്നെയാണ്. അപ്പൊ എങ്ങനെയാ? ജീവികൾ ശ്വസിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടില്ലേ? അതുപോലെ തന്നെയാണ് കാർബൺ ഡൈ ഓക്സൈഡും. അപ്പൊ ശ്വസന ഫലമായിട്ട് സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യും? സസ്യങ്ങൾ ശ്വസിക്കുമ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ അവർ പകല് പ്രകാശസംശ്ലേഷണ സമയത്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയും സസ്യങ്ങൾ ഫോട്ടോസിന്തസിസ് നടത്താൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ അടുത്തൊരു ചോദ്യം. നമുക്ക് ഈ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിനും അകത്തൊക്കെ സസ്യങ്ങൾക്ക് അകത്തേക്ക് കയറുകയും പോവുകയൊക്കെ വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിലേക്കൂടെ ഏത് കയറുന്നേ? ഇലകളിലൂടെയാണ് വായു സസ്യങ്ങളുടെ അകത്തേക്ക് പ്രവേശിക്കുകയും പുറത്തേക്ക് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് അപ്പൊ ഇലകളിൽ എന്തെങ്കിലും പ്രത്യേക ഭാഗമുണ്ടോ? ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ സസ്യങ്ങളിൽ വാതക വിനിമയം നടക്കുന്ന പ്രധാനമായിട്ടും സസ്യരന്ധ്രങ്ങൾ അഥവാ സ്റ്റൊമേറ്റ എന്നറിയപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങൾ വഴിയാണ്. ഇപ്പൊ ഒരു ക്രോസ് സെക്ഷൻ കാണിച്ചിരിക്കുന്നതാണ്. ഇലകളിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. ആ സുഷിരങ്ങളുടെ പേരാണ് സ്റ്റൊമേറ്റ അഥവാ മലയാളം പറഞ്ഞാൽ ആസ്യരന്ധ്രങ്ങൾ. ഇതുവഴിയാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും അതുപോലുള്ള ഗേഷ്യസ് എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്നത്. അപ്പൊ എങ്ങനെയാ? പ്രകാശ സംശ്ലേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഓക്സിജൻ പുറത്തേക്ക് വിടുന്നതൊക്കെ ഈ സൂക്ഷ്മ സുഷിരങ്ങളായ സ്റ്റൊമേറ്റ വഴിയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PSC ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? സസ്യങ്ങളിൽ വാതക വിനിമയം നടക്കുന്നത് അല്ലെങ്കിൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ഏത് ഭാഗങ്ങളിലൂടെയാണ്? സ്റ്റൊമേറ്റ അഥവാ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ്. ഇത് ഏറ്റവും പല ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷെ ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഇലകളിലാണ്. ഈ പിക്ചർ നോക്കിയാൽ അറിയാം. പകല് കണ്ടോ? പകല് സസ്യങ്ങളിൽ 2 കാര്യങ്ങൾ നടക്കും. ഏതൊക്കെയാ? ശ്വസനവും പ്രകാശ സംശ്ലേഷണം. 2 കാര്യവും നടക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ? ശ്വസിക്കാനായിട്ട് ഓക്സിജനെ ഉള്ളിലോട്ട് സ്വീകരിക്കും. കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടും. പിന്നെ പ്രകാശ സംശ്ലേഷണ സമയത്ത് എന്തിനാ സ്വീകരിക്കുന്നത്? പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിലോട്ട് സ്വീകരിക്കും. ഓക്സിജനെ പുറത്തേക്ക് വിടും. രാത്രിയിലോ? രാത്രിയിൽ ഒരു ഒറ്റ കാര്യം നടക്കുന്നുള്ളൂ. എന്താണ്? ശ്വസനം മാത്രമേ നടക്കുള്ളൂ. അപ്പൊ എങ്ങനെയാ? ഓക്സിജനെ ഉള്ളിലോട്ട് എടുക്കും. കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടും. ഇനിയാണ് ആതിഥേയനും അതിഥികളും. ഇത് ഹോസ്റ്റ്. ആതിഥേയൻ എന്ന് വെച്ചാൽ ഹോസ്റ്റ് കേട്ടോ. അപ്പൊ ഈ പിക്ചറിനകത്ത് എന്താ പറഞ്ഞു നോക്കി. മാവ് പറയാണ് എനിക്ക് വേണ്ട ആഹാരമെല്ലാം ഞാൻ സ്വയം നിർമ്മിക്കും. അപ്പൊ ആണ്ടെ അതിനകത്ത് ഒരു ഇത്തിൽക്കണ്ണി ഇരുന്ന് പറയാണ് എനിക്ക് വേണ്ട ആഹാരവും ഞാൻ സ്വയം നിർമ്മിക്കും. പക്ഷേ ജലവും ലവണവും ഒക്കെ ഞാൻ ഇരിക്കുന്ന സസ്യത്തിൽ നിന്ന് ഞാൻ വലിച്ചെടുക്കും.
അപ്പാണ്ട് അപ്പുറത്തിരുന്ന് മരവാഴ പറയാണ്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കും. പക്ഷെ എനിക്ക് ഇരിക്കാൻ ഇച്ചിരി സ്ഥലം തന്നാൽ മതി. വേറെ ഒന്നും എനിക്ക് തരണ്ട. ഞാൻ ആഹാരമൊക്കെ തന്നെ ഉണ്ടാക്കിക്കോളാം. അപ്പൊ അടുത്തയാൾ അവിടെ ഇരുന്ന് പറയാണ്, ആളാണ് മൂടിലത്താളി. മൂടിലത്താളി പറയാണ്, ഞാൻ ഒരാഹാരവും നിർമ്മിക്കില്ല. എനിക്ക് വേണ്ടുന്ന പോഷകഘടകവും ആഹാരവും എല്ലാം ഞാൻ ഈ ചെടിയിൽ നിന്ന് തന്നെ വലിച്ചെടുക്കും. എനിക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അപ്പൊ ഇവരുടെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇത് സാധാരണ എക്സാമ്പിളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഇപ്പൊ സിമ്പിളാന്ന് തോന്നുമെങ്കിൽ പരീക്ഷയ്ക്ക് മാറിപ്പോവും. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇത് കണ്ടോ മരവാഴ. മരവാഴയ്ക്ക് ചെറിയ വേരുകളും വലിയ വേരുകളും ഉണ്ട്. പിക്ചർ ഓർത്തിരുന്നോ? ഇപ്പൊ നമുക്ക് നോക്കാം. മരവാഴയിൽ 2 വേരുകൾ കണ്ടല്ലോ. ഈ ചെറിയ വേരുകൾ എന്തിനാ? ചെറിയ വേരുകൾ മരവാഴയിൽ ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ച് വളരാൻ പറ്റിപ്പിടിച്ച് വളരാൻ വേണ്ടി സഹായിക്കുന്ന. പക്ഷെ കട്ടി കൂടിയ വേര് കണ്ടോ? ഈ കട്ടി കൂടിയ വേരുകൾ ഈ അന്തരീക്ഷത്തിൽ നിന്നുള്ള ഈർപ്പം വലിച്ചെടുക്കും. എന്നിട്ട് ഈ ഈർപ്പം ഉപയോഗിച്ചിട്ട് ഈ മരവാഴ സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യുക. ഇവരാകെ അവർക്ക് ഇരിക്കാനുള്ള ഒരു വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് ഹോസ്റ്റ് പ്ലാന്റിനെ ആശ്രയിക്കുന്നത്. ഹോസ്റ്റ് പ്ലാന്റ് എന്ന് വെച്ചാൽ അതിന്റെ മലയാളമാണ് ആതിഥേയ സസ്യം. അതായത് വാസസ്ഥലത്തിന് വേണ്ടി മാത്രം ആതിഥേയ സസ്യം അഥവാ ഹോസ്റ്റ് പ്ലാന്റിനെ ആശ്രയിക്കുന്ന തരത്തിലുള്ള സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. എപ്പിഫൈറ്റുകൾക്ക് എക്സാമ്പിളാണ് ഓർക്കിഡ്, മരവാഴയൊക്കെ. മരവാഴ ഒരു തരത്തിലുള്ള ഓർക്കിഡാണ്. അപ്പൊ എപ്പിഫൈറ്റുകൾ എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം എന്താ? വാസസ്ഥലത്തിന് വേണ്ടി മാത്രം ഹോസ്റ്റ് പ്ലാന്റിനെ ആശ്രയിക്കുന്നവരാണ് എപ്പിഫൈറ്റുകൾ. എപ്പിഫൈറ്റുകൾക്ക് എക്സാമ്പിളാണ് ഓർക്കിഡ്, മരവാഴയൊക്കെ. അപ്പൊ എപ്പിഫൈറ്റുകൾ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ എപ്പിഫൈറ്റ് വളരുന്നോണ്ട് ഹോസ്റ്റ് പ്ലാന്റിന് ദോഷമുണ്ടോ? ദോഷമൊന്നുമില്ല. അവർക്ക് ഗുണവും ഇല്ല, ദോഷവും ഇല്ല. എപ്പിഫൈറ്റ് അവിടെ ഇരിക്കും, പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെന്നുള്ളൂ. അവർക്ക് വേണ്ടുന്ന ആഹാരമൊക്കെ അവർ തന്നെ ഉണ്ടാക്കിക്കോളും. ആള് ഡീസന്റാ, പ്രശ്നമൊന്നുമില്ല. കണ്ടോ, അടുത്ത ആളാണ് ഇത്തിൽക്കണ്ണി. ഇത്തിൽക്കണ്ണിയുടെ വേരിന്റെ പടം കണ്ടോ? റൈറ്റ് സൈഡിൽ. അവർ വേര് കണ്ടോ? മറ്റേ ഹോസ്റ്റ് പ്ലാന്റിന്റെ തണ്ടിന്റെ അകത്തേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഇത്തിൽക്കണ്ണി കുറച്ചുകൂടെ പ്രശ്നക്കാരനാ. അതായത് ഹോസ്റ്റ് പ്ലാന്റ് അഥവാ ആതിഥേയ സസ്യത്തിൽ നിന്ന് ഇവർ ജലവും ലവണങ്ങളൊക്കെ വലിച്ചെടുക്കും. അതായത് എല്ലാ റോ മെറ്റീരിയൽസും വലിച്ചെടുക്കും. എന്നിട്ട് ഇത്തിൽക്കണ്ണിക്ക് ഇലയുണ്ടല്ലോ, അതുകൊണ്ട് അവർ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കും. അപ്പം ഇത്തരത്തിലുള്ള ഇത്തിൽക്കണ്ണി പോലെയുള്ള സസ്യങ്ങളെയാണ് അർത്ഥപരാത സസ്യങ്ങൾ അഥവാ സെമി പാരസൈറ്റ്. അതായത് ഇവർക്ക് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാം. വല്ലവരും ഉണ്ടാക്കി വെച്ച ആഹാരം എടുത്തുകൊണ്ടൊന്നും പോകത്തില്ല. പക്ഷെ ഈ ആഹാരം ഉണ്ടാക്കാനുള്ള നമ്മൾ അരിയും മഞ്ഞളും പഞ്ചസാരയും എന്ന് പറയുന്ന പോലെ അവർക്ക് ആഹാരം ഉണ്ടാക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിനെയും ജലവും ലവണത്തിനെയും എല്ലാം ഇവർ ഈ ഹോസ്റ്റ് പ്ലാന്റിനെ അകത്ത് വലിച്ചെടുക്കും. അവരുടെ അടുത്ത് കട്ടെടുത്തോണ്ട് പോകും. എന്നിട്ട് സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കും. ഇത്തരത്തിലുള്ളവരെ സസ്യങ്ങളെയാണ് നമ്മൾ അർത്ഥപരാത സസ്യങ്ങൾ അഥവാ സെമി പാരസൈറ്റ് എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് അടുക്കള ഉണ്ടാക്കും. പക്ഷെ സാധനങ്ങളൊക്കെ വല്ലവന്റെ അടുത്ത് എടുത്തുകൊണ്ട് വരും. അവരാണ് അർത്ഥപരാഗ സസ്യങ്ങൾ അഥവാ സെമി പാരസൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി വലിയൊരു പ്രശ്നക്കാരൻ വരുന്നുണ്ട്. എന്താ നോക്കിയേ? വെറുതെ ഇതിന് ഇലയൊന്നുമില്ല. വെറുതെ തണ്ട് പോലെ തന്നെ കാണുന്നത്. ഇലയൊക്കെ അവിടെ ഇവിടെ ഉണ്ടോന്ന് ഉണ്ടെങ്കിലുണ്ട്, അത്രേ ഉള്ളൂ. ഇവരാണ് മൂടില്ലാത്ത ആളി. ചെടിയിൽ ഇങ്ങനെ പടർന്ന് വള്ളി പോലെ കടന്ന ഈ സാധനമില്ലേ? അതിന്റെ ഏറ്റവും റൈറ്റ് സൈഡിലുള്ള പിക്ചർ കണ്ടോ? അതിലെ ചെറിയ വേരുകൾ ഈ ഹോസ്റ്റ് പ്ലാന്റ് അകത്തേക്ക് ആഴത്തിൽ ഇറങ്ങിയിരിക്കും. ഇവരെന്താ ചെയ്യുന്നത്? ഇവർ മഹാമടിയന്മാരാണ്. ആതിഥേയ സസ്യം അഥവാ ഹോസ്റ്റ് പ്ലാന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോഷകഘടകങ്ങൾ, അതായത് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ആഹാരം മൊത്തമായിട്ട് എടുത്തങ്ങ് തിന്നും. അതായത് ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ മൊത്തമായി വലിച്ചെടുക്കുന്ന തരത്തിലുള്ള വേരുകൾ അവർക്കുള്ളത്. അങ്ങനെ ആതിഥേയ സസ്യം അഥവാ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് പോഷകഘടകങ്ങൾ അതേപടി വലിച്ചെടുത്ത് ജീവിക്കുന്ന ഇത്തരത്തിലുള്ള സസ്യങ്ങളെയാണ് നമ്മൾ പൂർണ്ണ പരാഗ സസ്യങ്ങൾ അഥവാ ടോട്ടൽ പാരസൈറ്റ് എന്ന് പറയുന്നത്. ഇവര് ആ ജീവിക്കുന്ന ഹോസ്റ്റ് പ്ലാന്റ് എൻറ്റയർലി ദോഷമാണ്. പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ദോഷമാണ്. ഇനി സെമി പാരസൈറ്റ് അത്രയും ദോഷമല്ല. പക്ഷെ ടോട്ടൽ പാരസൈറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ദോഷമാണ്. അപ്പൊ ഇവിടെ 2 ചോദ്യങ്ങളുണ്ട്. എക്സാമ്പിൾ നിന്നിട്ട് ടോട്ടൽ പാരസൈറ്റിന്റെ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ മൂടില്ലാത്താളിയും ഇത്തിൽക്കണ്ണിയും എക്സാമ്പിൾ ഉണ്ടായിരിക്കും. കൺഫ്യൂഷൻ ആകരുത്. ഇത്തിൽക്കണ്ണി എന്ന് പറയുന്നത് അർത്ഥപരാഗ സസ്യം അഥവാ സെമി പാരസൈറ്റും മൂടില്ലാത്താളി എന്ന് പറയുന്നത് ടോട്ടൽ പാരസൈറ്റ് ആണ്. ആ രണ്ടും നമുക്ക് പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ രണ്ടുപേരും. പക്ഷെ ഇതിൽ ഈ ക്ലാസിഫിക്കേഷൻ ചിലപ്പോൾ എല്ലാവർക്കും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം എന്നില്ല. അതായത് ഇത്തിൽക്കണ്ണി സെമി പാരസൈറ്റും മൂടില്ലാത്താളി ടോട്ടൽ പാരസൈറ്റുമാണ്. അപ്പൊ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ അതായത് SCERT 5th സ്റ്റാൻഡേർഡിലെ 1ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം 2-3-4 PSC ക്വസ്റ്റ്യൻസ് PQ ഉണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരുന്ന് പഠിക്കുക. ഇനി അടുത്ത ദിവസം 2ാമത്തെ ചാപ്റ്ററായിട്ട് ഞാൻ വരാം. ഇതിനിടയിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളായിട്ടും വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്